ഈ സയൻസ് പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ തന്നെ മലയാളം വായിക്കുന്നത് നന്നായിരിക്കും. കാരണം അതിൻ്റെ ഇസ്തിലാഹൊന്നും നമ്മൾ MNC വഴിയൊന്നും പോരാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കരുതിയ മോഡലാവില്ല. അപ്പോൾ നല്ല ശാസ്ത്രത്തിൽ വിശാരദന്മാർ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ പ്രപഞ്ചം ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങനെ ആ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ദ കോസ്മോസ് ഇൻ നെറ്റ്ഷെൽ. അയാൾ പറയുന്നത് ചെറിയ ഒരു തോട് അല്ലേ, ചെറിയൊരു തോടിൻ്റെ ഉള്ളിലായിരുന്നു പ്രപഞ്ചം. അതിൻ്റെ 67 പേജിൽ അയാൾ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ചതഞ്ഞു ഇറങ്ങി കിടക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയും ചന്ദ്രനും മറ്റ് രാജ്യങ്ങളൊക്കെ ചെറിയൊരു നെറ്റ്ഷെൽ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചതഞ്ഞു ഒരുങ്ങി കിടക്കുകയായിരുന്നു എന്നാണ്. എന്നിട്ട് അതിന് സാന്ദ്രത കൂടിയെന്ന് 1382 കോടി വർഷം മുന്നേ. ആ സാന്ദ്രത കൂടിയിട്ട് സഹിക്ക വയ്യാതെ അതങ്ങോട്ട് പൊട്ടിത്തെറിച്ചു പറഞ്ഞാൽ ബോംബ് പൊട്ടും പോലെ പടക്കം പൊട്ടണമായിരുന്നു ആരും കരുതരുത്. ഊർജത്തിന്റെ ഒരു വലിയ പ്രവാഹമാണ്. ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ജോഹർ പെട്ടാണ് ഇവരുടെ അഭിപ്രായത്തിൽ. അതെന്തല്ല, അറുളല്ല. ഊർജമൊക്കെ എന്താണ്? ജോഹറാണ്. ഊർജമൊക്കെ എന്താണ്? ജോഹറാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞത്. ഈ ജോഹറാകുന്ന ഈ സാധനത്തിന്റെ മഹാപ്രവാഹത്തിലാണ് സൂര്യൻ ഉണ്ടാകുന്നത്, ചന്ദ്രന്റെ പല സംഗതി ഉണ്ടാവുന്നത് അല്ലേ. ഇപ്പൊ ലോകത്തിനൊരു തുടക്കമുണ്ട് എന്ന് വരികയാണ്. വേറെയും കുറെ തെളിവുകളുണ്ട്. ഇപ്പോൾ അന്നൊരു ഊർജ്ജത്തിന്റെ പ്രവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ഊർജ്ജം നശിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ അനുരണനം ലോകത്ത് എല്ലായിടത്തും കാണുന്നുള്ള ഒരു എതിർ ചർച്ച വന്നു ശാസ്ത്രലോകത്ത്. അവസാനം അതും കണ്ടെത്തി. 1947 കാലഘട്ടങ്ങളിലാണ് ലോകത്ത് എല്ലായിടത്തും 3K എന്നൊരു ലെവലിലുള്ള 3K ലെവലിലുള്ള ഊർജ്ജം ഇങ്ങനെ അതിന്റെ അനുബന്ധമായിട്ട് ആ പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട് ഇപ്പോഴും ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ടെന്നാണ്. ആ ഊർജ്ജം ഉപയോഗപ്പെടുത്തിയിട്ടാണ് മൈക്രോവേവ് ഓവൺ എന്ന് പറയുന്ന സാധനം പ്രവർത്തിക്കുന്നത്. അത് സംഭവമല്ലേ, അടുക്കളയിലൊക്കെ വെക്കുന്ന ഒരു സാധനമല്ലേ, എപ്പോഴും ചൂട് നിലനിർത്താനൊക്കെ വെക്കുന്ന ആ പെട്ടി പ്രവർത്തിക്കണം അതിന്റെ ഭാഗമാണ്. ഇപ്പൊ TV-യിലൊക്കെ നേരാമണ്ണം ചാനൽ കിട്ടണമെങ്കിൽ ആ വെള്ളയും നീലയും മങ്ങി ഇങ്ങനെ മിന്നി മറിയണത് അതിന്റെ ഭാഗമാണെന്നൊക്കെയാണ്. അപ്പൊ ആ ഒരു എതിർ ചർച്ചയും അവസാനം എവിടെ എത്തി? ബിഗ് ബാങ് നടന്നിരിക്കുന്നു എന്നുള്ളിടത്തെത്തി. ബിഗ് ബാങ് നടന്നുവെങ്കിൽ ഇതിനൊരു തുടക്കമുണ്ട് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ തുടക്കമുള്ള ഏതൊന്നിനും ഒരു കാരണം വേണം അല്ലേ. തുടക്കമുള്ള ഏതൊന്നിനും ഒരു കാരണം വേണം. ആ കാരണം ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത ചില സംഗതികളുണ്ട്. ഈ നെബുലയുടെ മുമ്പ് എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം. നെബുല പൊട്ടിത്തെറിക്കുകയാണല്ലോ, അതല്ല ബിഗ് ബാങ്. ഈ നെബുലയുടെ മുമ്പ് എന്തായിരുന്നു? ഈ നെബുല എവിടെ നിന്നിരുന്നത്? എങ്ങനെ സാന്ദ്രത കൂടി? എന്തുകൊണ്ട് സാന്ദ്രത അന്ന് കൂടി? അതിന് കുറച്ച് മുമ്പോ ശേഷമൊക്കെ കൂടി കൂടായിരുന്നോ? ഒരു 1500 കോടി വർഷം മുന്നേ ആയിക്കൂടായിരുന്നോ? അല്ലെങ്കിൽ ഒരു 1000 കോടി വർഷം ഇങ്ങോട്ടായിക്കൂടായിരുന്നോ? മനസ്സിലാകുന്നുണ്ടോ? സാന്ദ്രത കൂടാൻ ബാഹ്യമായ എന്തെങ്കിലും പ്രേരണ വേണ്ടേ? അതെന്താണ്? അല്ലെങ്കിൽ ആന്തരികമായ പ്രചോദനം എന്താണ്? സ്റ്റീഫൻ W. ഹോക്കിൻസ് അയാളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിലായിരുന്നു മറുപടി പറയുന്നു. അതിൻ്റെ 45-ാമത്തെ പേജിൽ അതേക്കുറിച്ച് ചോദിക്കാൻ പാടില്ല എന്ന്. കാരണം ബിഗ് ബാങ്കോട് കൂടെയാണ് സ്പേസും ടൈമും രൂപപ്പെടുന്നത്. ബിഗ് ബാങ്കോട് കൂടെയാണ് സ്പേസ് രൂപപ്പെടുന്നത്, അതോടുകൂടെയാണ് ടൈം രൂപപ്പെടുന്നത്. അപ്പൊ അതിന്റെ മുന്നേ ഉള്ള ഒരു സംഗതിയെ കുറിച്ച് ചോദിക്കാൻ പാടില്ല. മുന്നേ എന്ന് പറയാൻ പോലും പറ്റൂല, കാരണം ടൈമില്ലല്ലോ ഉണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ മതവിശ്വാസിക്ക് സുന്ദരമായി മനോഹരമായി മറുപടി അറിയാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്നാ ഉണ്ടാക്കിയത് എന്ന്, അന്നാ പൊട്ടിച്ചത് എന്ന്. എന്തേ അന്ന് പൊട്ടിച്ചു? അല്ലാഹു ഫഅാലുൽ ലിമാ യുരീദ്. എന്തേ അന്ന് പൊട്ടിച്ചു? എന്തേ അന്ന് സാന്ദ്രത കൂട്ടി? ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. അള്ളാഹു തആലക്ക് അന്ന് അങ്ങനെ തോന്നി, അല്ലെങ്കിൽ ആ ഒരു പൊട്ടൽ നടന്നുവെങ്കിൽ ആ നടക്കുന്ന കാലത്ത് പൊട്ടിക്കണം എന്ന് റബ്ബ് തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ ഇടപെടാൻ സൃഷ്ടികളാവുന്ന നമുക്ക് ആർക്കും സാധ്യമല്ല. സയൻസിന് അങ്ങനെ പറയാൻ പറ്റൂല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അധിഷ്ഠിതമായ എന്തും നടക്കാവൂ എങ്കിൽ യാതൊരു സംഗതി ഇല്ലാത്ത കാലത്ത് എങ്ങനെയാണ് ബിഗ് ബാങ് സംഭവിച്ചു എന്നുള്ളതിന് ഉത്തരം പറയേണ്ടി വരും. അതിൻ്റെ അപ്പുറത്തേക്ക് ഉറങ്ങാണ്, അതിനെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല എന്നാണ്. ഇപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ പറയും അതിനെപ്പറ്റി ചോദിക്കാൻ പാടില്ല. ഉദാഹരണമായിട്ട് അള്ളാഹ് ആരെ പഠിച്ചു? ആ ചോദ്യത്തിന് പ്രസക്തമല്ല. കാരണം പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് മഖ്ലൂക്കായി. പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് മഖ്ലൂക്കായി. നമ്മൾ ഖാലിക്കിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അല്ലേ. അപ്പൊ അവര് പറയാം ആ ഉത്തരമില്ലല്ലേ. അതിലേറെ ഉത്തരമില്ലാത്ത കുറെ പ്രതിസന്ധികളാണ് ഇവിടെ ശാസ്ത്ര ലോകത്തിന് വരുന്നത്. ഇത് ശാസ്ത്രത്തെ നമ്മളെ വിരുദ്ധരാക്കിയിട്ടല്ല കേട്ടോ പറയണത്. ഞാൻ നേരത്തെ പറഞ്ഞു, ശാസ്ത്രം വിവിധത്തിലേക്ക് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ അധ്വാനം കൊണ്ടാണ്, എന്നുവെച്ചാൽ നമ്മുടെ പൂർവികരുടെ അധ്വാനം കൊണ്ടാണ്. അവർക്ക് പ്രചോദനം ഖുർആനായിരുന്നു, ഹദീസായിരുന്നു എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ പലരും ചെയ്യണത് പോലെ മതം വേറെ ശാസ്ത്രം വേറെ എന്നല്ല ഞാൻ പറയണത്. പിന്നെ ശാസ്ത്രീയമായി വലിയ സംഭവമായിട്ട് കൊണ്ടു നടക്കുന്ന സയന്റിസത്തിന്റെ ആളുകൾ, അത് സയൻസ് അല്ല, ആവർത്തിക്കണ്ടല്ലോ. എന്താ സയന്റിസത്തിന്റെ അർത്ഥം? സയന്റിസം ശാസ്ത്ര മാത്രവാദം. ആധുനിക ശാസ്ത്രം തെളിയിച്ചതെന്തോ അതേ അംഗീകരിക്കൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും അംഗീകരിക്കൂല എന്ന് പറയുന്ന ആ ഒരു വാദം, ഇത് തെറ്റാണ്. അതിലൊരു തർക്കമില്ല. നമുക്കൊരു കൺക്ലൂഷനിലേക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശാസ്ത്രം നിലവിലുള്ള യാഥാർത്ഥ്യമായ വളരെയേറെ ആവശ്യമായ മനുഷ്യനെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാനുള്ള, മനുഷ്യന്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തി കണ്ടെത്താനുള്ള ഒരു വളരെ വിപുലമായൊരു വൈജ്ഞാനിക ലോകമാണ്.
അതിനോട് മതം എതിരല്ല, ഖുർആൻ എതിരല്ല. ശാസ്ത്രം പഠിക്കാനും പഠിപ്പിക്കാനും നിരവധിയായ ഖുർആൻ വചനങ്ങളും ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ